ഒരു മനുഷ്യന്റെ ജനനത്തിന്റെ ദിവസത്തിന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരോ മഹത്തുക്കളോ ആകുമ്പോൾ അതിന് പ്രത്യേകമായ പരിഗണനയുണ്ട് എന്ന് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്. ഖുർആനിലുണ്ടോ? ഉണ്ട്. സൂറത്ത് മറിയം എടുത്തു നോക്കി, സൂറത്ത് ആൽ ഇമ്രാൻ, സൂറത്ത് മറിയമിലെ ഭാഗമാണ് ഞാൻ ഓതുന്നത്. മൗലിദിന് കിതാബിൽ എന്താ നമ്മൾ ഓതുന്നത്? ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചത്, പ്രസവം നടക്കുന്നത്, ആ കുഞ്ഞ് ജനിച്ച ഉടനെ നടക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെയല്ലേ സൂറത്ത് മറിയമിലേക്ക് വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി മറിയം, മറിയം എന്ന മഹദിയെക്കുറിച്ച് നബിയെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ക്രിസ്തീയ സഹോദരങ്ങൾക്ക് ഇത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. കന്യാ മറിയമിനെ കുറിച്ചാണ് പറയുന്നത്. മറിയം അലൈഹസ്സലാം, മറിയം ബീവിയെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുന്നത്? വദ്കുർ ഫിൽ കിതാബി മറിയം ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. മറിയം ബീവി ആരാ? അല്ലാഹുവിന്റെ വലിയത്താണ്. വലിയത്താണ്. വലിയ എന്ന് പറയാൻ ആണിന് പറയും വലിയ, അള്ളാഹിന്റെ വലിയ. പെണ്ണിനാകുമ്പോൾ വലിയ. അള്ളാഹുവിന്റെ വലിയത്തായ ഒരു മഹദിയാണ്. നബിയാണോ മറിയം ബീവി? അല്ല. മറിയം ബീവി പ്രവാചകനാണോ? അല്ല. മഹദിയാണ്, പുണ്യമുള്ള ഒരു പെണ്ണാണ്, ഒരു പ്രവാചകന്റെ ഉമ്മയാണ് മറിയം ബീവി. ആ ബീവിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു വരുന്ന ഭാഗങ്ങൾ ഒന്ന് നോക്കൂ. നമ്മള് പുണ്യനബി തങ്ങളുടെ മൗലിദ് ആചരിക്കുമ്പോൾ തങ്ങളുടെ ജനന സമയത്തുള്ള സംഭവ വികാസങ്ങൾ പറയും. ഖുർആനി പറയുന്നത് എത്ര മനോഹരമാണ്. ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. ജെറൂസലേമിന്റെ കിഴക്ക് ഭാഗത്തേക്ക് മറിയം ബീവി മാറി താമസിച്ച നേരം ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. ഗർഭം ധരിച്ചപ്പോ ഭർത്താവില്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം റൂഹ് വന്ന് ഊതിക്കൊടുക്കുമ്പോൾ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, മഹാനായ ഈസ നബി ആ ഗർഭാശയത്തിൽ ജന്മമെടുക്കുന്നു. ദ ഇൻസെപ്ഷൻ ഹാപ്പൻസ്. ആരാ? അള്ളാഹുവിന്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം റൂഹ് ഊതിക്കൊടുക്കുകയാണ് ഉണ്ടായത്. ശരീരസ്പർശം ഉണ്ടായിട്ടില്ല. അത്ര മനോഹരമാണ്. ജൂതന്മാര് പറഞ്ഞു മറിയം ബീവി വ്യഭിചരിച്ചു. ക്രിസ്ത്യാനികൾ പറഞ്ഞു മറിയം ബീവി ദൈവം തന്നെയാണ്, ദൈവത്തിന് തുല്യയാണ്, ത്രിയേകം, മൂന്ന് ദൈവങ്ങളിൽ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇസ്ലാം പറഞ്ഞു ഇത് രണ്ടുമല്ല. മറിയം ബീവി മഹത്വമുള്ള ഒരു മഹദിയാണ്, ഒരു പ്രവാചകന് ജന്മം കൊടുത്ത ഉമ്മയാണ്.